വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പോൾ PQs ഉപയോഗിച്ച് റാങ്ക് നേടാമെന്നുള്ള ക്വസ്റ്റ്യൻ ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ 25/1/2025 അടുത്ത പാർട്ടാണ്, മൂന്നാമത്തെ പാർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേത്? 1. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. 2. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 3. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഓപ്ഷൻസ്: എ 2 മാത്രം ശരി, ബി 1 2 ശരി, സി 3 ശരി, ഡി 2 3 ശരി. ആൻസർ 2 മാത്രം. ഓപ്ഷൻ എ 2 മാത്രം ശരി. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യങ്കാളിയാണല്ലേ. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി വില്ലുവാണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. 1907. സാധുജല പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ: അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911. 1915 പുലയ ലഹള നയിച്ച നേതാവ് അയ്യങ്കാളി. പുലയ ലഹളയുടെ മറ്റു പേരുകൾ: ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളിനെ പുലയ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജി. 22. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്: ഓപ്ഷൻ എ 1956 നവംബർ 1, ബി 1949 ജൂലൈ 1, സി 1949 ജനുവരി 12, ഡി 1948 ജൂലൈ 28. ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. തിരുവിതാംകൂർ മഹാരാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖമായി സ്ഥാനമേറ്റു. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ: പറവൂർ TK നാരായണപിള്ള, ജി കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം: ഓപ്ഷൻ എ ഗേഡ, ഓപ്ഷൻ ബി അഹമ്മദാബാദ്, ഓപ്ഷൻ സി ചമ്പാരൻ, ഓപ്ഷൻ ഡി അമൃത്സർ. ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ. ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ തന്നെ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ ഇടയായ സംഭവമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയായിരുന്നു രാജ്കുമാർ ശുക്ല. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ബീഹാർ. കർഷകർക്ക് പാട്ടവ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏതാണ്ട് 1917 മുഴുവനും ഗാന്ധിജി ചമ്പാരൻ ചെലവഴിച്ചു. ഒടുവിൽ ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ FG സ്ലൈയുടെ നേതൃത്വത്തിൽ നിയോഗിക്കുകയും കർഷകരുടെ ഭൂവിഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. അടുത്തത് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? എ ജനാർദൻ ഡങ്കൻ, ബി വില്യം ജോൺസ്, സി ദയാനന്ദ സരസ്വതി, ഡി ദേവേന്ദ്രനാഥ ടാഗോർ. ആൻസർ ഓപ്ഷൻ ജനാർദൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജനാർദൻ ഡങ്കൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835.
രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അഭിപ്രായപ്പെട്ടത് മെക്കാളെ പ്രഭു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ്. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ സയന്റിഫിക് സൊസൈറ്റികൾ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? 1. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. 2. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. 3. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഓപ്ഷൻ എ 1 മാത്രം, ബി 2, 3 എന്നിവ, സി 2 മാത്രം, ഡി 3 മാത്രം. ആൻസർ സി 2 മാത്രം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുക എന്നുള്ളതും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതും ശരിയായ പ്രസ്താവനകളാണ്. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടി ഒപ്പുവെച്ചത് 1931 മാർച്ച് 5-ന്. ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൽഹി ഉടമ്പടി. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ഡിൻട്രി. ഉടമ്പടിയെ ദേശീയ നേതാക്കളായ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ എതിർത്തതിന് കാരണം ദേശീയ ആവശ്യങ്ങൾ എന്നും ഗവൺമെന്റ് പരിഗണിച്ചില്ല. ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതും. അടുത്തത് 26-ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, സി ചട്ടമ്പി സ്വാമികൾ, ഡി വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ വിദ്യാസംഘം ആരംഭിച്ച വർഷം 1917. ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിത സ്വതന്ത്ര ചിന്താമണി. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രസ്ഥാനങ്ങൾ. വൈകുണ്ഠസ്വാമികൾ പ്രസ്ഥാനം സമത്വ സമാജം. അയ്യങ്കാളി പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം. പി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ബ്രഹ്മാനന്ദ ഗുരുദേവൻ ആനന്ദ മഹാസഭ. ശിവാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം. ആനന്ദ തീർത്ഥൻ ജാതി നാശിനി സഭ. ഡോക്ടർ പൽപ്പു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. അടുത്തത് 27-ാമത്തെ ക്വസ്റ്റ്യൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ എ NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻ 28-ാമത്തെ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ബി ഗുജറാത്ത്, സി പശ്ചിമ ബംഗാൾ, ഡി ആസാം. ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്തത് 29-ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ, ഓപ്ഷൻ ഡി ധർമ്മരാജ. ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മേനെയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്. 1-ാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് 1750 ജനുവരി 3. ഹിരണ്യഗർഭം ചടങ്ങ് നടപ്പിലാക്കിയ തിരുവിതാംകൂർ രാജാവ്. ശുചിത്രൻ കൈമൂക്ക് നടപ്പിലാക്കിയ തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. അടുത്തത് കാർത്തിക തിരുനാൾ രാമരാമവർമ്മ. 2-ാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് 1766. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് കാർത്തിക തിരുനാൾ രാമരാമവർമ്മ.
റാണി ഗൗരി ലക്ഷ്മിബായി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി. 1812. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവ്. ശുചീന്ദ്രൻ കൈമുക്ക് നടപ്പിലാക്കിയ തിരുവിതാംകൂർ രാജാവ്. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ രാജാവ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 ആരംഭിച്ച രാജാവ്. ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. ശ്രീ ചിത്തിര തിരുനാൾ. 1936 നവംബർ 12. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? ഓപ്ഷൻ എ ഡേവിഡ് ബക്കർ, ഓപ്ഷൻ ബി ജോൺ ഫോസ്, സി ഹാൻ കാം, ഡി ഹാരോൾഡ് പ്രിന്റർ. ആൻസർ ഓപ്ഷൻ സി ഹാൻ കാങ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. നോബൽ പുരസ്കാരങ്ങൾ 2024. വൈദ്യശാസ്ത്രം വിക്ടോറംബസ് USA, ക്യാരി റൂക്കൺ USA. മൈക്രോ RNA കണ്ടുപിടുത്തവും പ്രോട്ടീൻ ഉൽപാദനവുമുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് പുരസ്കാരം. 2. ഭൗതികശാസ്ത്രം ജോഫറി ഹിൻറ്റൺ, ജോൺ ഹോപ്ഫീൽഡ്. മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനുള്ള പുരസ്കാരം. രസതന്ത്രം ഡെമിസ് ഹസ്സബിസ്, ഡേവിഡ് ബെക്സ്, ജോൺ ജമ്പർ. സമാധാനത്തിനുള്ളത് നിഹോൻ ഹിറ്റ്കാനയോ, ജാപ്പനീസ് ഓർഗനൈസേഷൻ. ജപ്പാനിലെ ആണവായുധ വിരുദ്ധ സംഘടനയാണ്. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണങ്ങൾ അതിജീവിച്ചവരുടെ സംഘടനയാണിത്. സാഹിത്യം ഹാങ് കാങ്, സൗത്ത് കൊറിയ. പ്രധാന കൃതികൾ ദ വെജിറ്റേറിയൻ ആക്ട്സ്, ഗ്രീൻ ലെസൺസ്, വൈറ്റ് ബുക്ക്. അപ്പൊ ഇത്രയാണ്. അടുത്തത് 21 തൊട്ട് 30 വരെ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അല്ലാട്ടോ, തീർന്നില്ല. ഒരു നോട്ടുണ്ട്, മറന്നുപോയി, വിട്ടുപോയി. സാമ്പത്തികം ഡാർഡൻ അക്വമോക്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. സാമൂഹ്യ സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് പുരസ്കാരം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. ആരും ഈ ഒരു വീഡിയോയ്ക്ക് നല്ലത് പോസിറ്റീവായിട്ടോ ഒന്നും ആരും പറഞ്ഞില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ സമയം പോകുന്നു, വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഉപകാരമാണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ മറ്റേ പാട് തന്നെ നോട്ടുകൾ ഇടാം. അപ്പൊ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.